ഇന്ത്യ ഒന്നിനു പിറകെ ഒന്നായി മിസൈലുകൾ പരീക്ഷിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതും പാകിസ്ഥാനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. US ഇസ്രായേലും ഇറാൻ യുദ്ധവും നടക്കുന്ന ഈ സമയത്താണ് ഇന്ത്യ മിസൈലുകൾ പരീക്ഷിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പാകിസ്ഥാൻ ആദ്യം മിസൈലുകൾ പരീക്ഷിക്കാൻ തുടങ്ങി. 200 കിലോമീറ്റർ പറക്കാനാവാത്ത മേഖലയായി പ്രഖ്യാപിച്ചു. അതിനുശേഷം ഇന്ത്യ പരീക്ഷണം ആരംഭിക്കുകയും 400 കിലോമീറ്റർ പറക്കാനാവാത്ത മേഖലയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇറാനെതിരായ ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം ഈ ഘട്ടത്തിൽ അവസാനിക്കുന്നതായി തോന്നുന്നില്ല, മറിച്ച് അത് കൂടുതൽ ശക്തമാവുകയാണ്. ഇതോടൊപ്പം ആഗോള അനിശ്ചിതത്വവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കാൻ മിസൈൽ പരീക്ഷണം ആരംഭിച്ചത്. നിയമങ്ങൾ അനുസരിച്ച് അറബിക്കടലിൽ ഒരു നോട്ടാം പ്രഖ്യാപിക്കേണ്ടി വന്നു. ആ പരീക്ഷണങ്ങൾക്ക് മുമ്പ് 200 കിലോമീറ്റർ നോട്ടാം പ്രഖ്യാപിക്കുകയും മിസൈൽ പരീക്ഷണം നടത്തുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് ഇന്ത്യ തങ്ങളുടെ ശക്തമായ മിസൈലുകൾ പരീക്ഷിക്കാൻ തീരുമാനിച്ചതിനെ തുടർന്ന് അറേബ്യൻ കടലിൽ 400 കിലോമീറ്റർ നോട്ടാം മേഖലയായി പ്രഖ്യാപിച്ചത്. ഇരു രാജ്യങ്ങളും വ്യോമസേനാ അംഗങ്ങൾക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏപ്രിൽ 30 പുലർച്ചെ 3 മണി മുതൽ ഏപ്രിൽ 21 ഉച്ച കഴിഞ്ഞ് 3 മണി വരെ പാകിസ്ഥാൻ നിരോധിത മേഖല പ്രഖ്യാപിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. അവരുടെ ശക്തിയെക്കുറിച്ച് വീമ്പിളക്കി. അതേസമയം ഇന്ത്യയും മിസൈൽ പരീക്ഷണം പ്രഖ്യാപിച്ചു. ഏപ്രിൽ 22 രാത്രി 9:30 മുതൽ ഏപ്രിൽ 25 രാത്രി 9:30 വരെ ഇത് നടത്തേണ്ടതിനാൽ ആ ദിവസങ്ങളിൽ 400 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു നിരോധിത മേഖലയാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ സമയത്ത് എല്ലാ കപ്പലുകളും വിമാനങ്ങളും ഈ പ്രദേശത്ത് നിന്ന് മാറി നിൽക്കണമെന്നും അതിനാൽ ആർക്കും അപകടത്തിൽ ഒരു പോറൽ പോലും ഏൽക്കരുത് എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിനിടയിലാണ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഈ നീക്കം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.